വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ്, അധ്യായം 16. കൃഷ്ണ കാളിയസർപ്പത്തിനെ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 61 മുതൽ 67 വരെ. ശ്ലോകം 61. യ ഏതസംസ്മരേൻ മർത്യാസ് തുഭ്യം മത് അനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോ നയുഷ്മാത് ഭയം ആപ്നുയാം. യ ഏതസംസ്മരേൻ മർത്യാസ് തുഭ്യം മത് അനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോ നയുഷ്മാത് ഭയം ആപ്നുയാം. യ ഏതസംസ്മരേൻ മർത്യാസ് തുഭ്യം മത് അനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോ നയുസ്മാത് ഭയമാപ്നുയാം. ഹരേ കൃഷ്ണ പ്രഭു. യേതസ്മരേൻ മർത്യാസ്തുഭ്യം മദനുശാസനം കീർത്തയന്നുഭയോഃ സന്ധ്യോർനായുഷ്മത് ഭയമാപ്നുയാത്. പദാർത്ഥം. യ ആര്, ഏതത് ഈ, സസ്മരേത് ഓർക്കുന്നുവോ, മർത്യ മനുഷ്യൻ, തുഭ്യം നിങ്ങൾക്കായിക്കൊണ്ട്, മത് എന്റെ, അനുശാസനം എന്റെ ആജ്ഞ, കീർത്തയൻ കീർത്തിക്കുന്ന, ഉഭയ രണ്ട്, സന്ധ്യോർ സന്ധ്യകളിലും, ന ഇല്ല, യുഷ്മത് നിന്നിൽ നിന്ന്, ഭയം ആപ്നുയാത് പ്രാപിക്കും. വിവർത്തനം ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. വൃന്ദാവനം വിട്ട് സമുദ്രത്തിലേക്ക് പോകാൻ ഞാൻ ആജ്ഞാപിച്ചത് ശ്രദ്ധാപൂർവം പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവന് നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഭയമുണ്ടാവുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 62. യോ അസ്മിൻ സ്നാത്വാ മത്ക്രീഡേ ദേവാദിം സ്തർപ്പയേ ജലേ ഉപോഷ്യാ മാം സ്മരണാർച്ചേ സർവപാപൈ പ്രമുച്യതേ. യോ അസ്മിൻ സ്നാത്വാ മദാ ക്രീഡേ ദേവാദിം തർപ്പയേത് ജലൈ ഉപോഷ്യ മാം സ്മരൻ അർച്ചേ സർവപാപൈ പ്രമുച്യതേ. യോസ്മിൻ സ്നാത്വാ മദ ക്രീഡേ ദേവാദിം തർപ്പയേത് ജലൈ ഉപേക്ഷ്യ മാം സ്മരൻ അർച്ചേ സർവപാപൈ പ്രമുച്യതേ. പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. യ ഏതൊരുവൻ, അസ്മിൻ ഇതിൽ യമുനയിലെ കാളിയന്റെ തടാകം, സ്നാത്വ സ്നാനം ചെയ്തിട്ട്, മത് ആക്രീഡെ എന്റെ ക്രീഡാസ്ഥാനമായ, ദേവാദികളെ, തർപ്പയേൽ തൃപ്തിപ്പെടുത്തുന്ന, ജലൈ ആ കയത്തിലെ ജലങ്ങൾ കൊണ്ട്, ഉപോഷ്യ ഉപാസിച്ചിട്ട്, മാം എന്നെ, സ്മരിച്ചിട്ട്, അർച്ചേൽ പൂജിക്കുന്നുവോ, സർവപാപൈ എല്ലാ പാപങ്ങളിൽ നിന്നും, പ്രമുച്യത മോചിതനാകുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ ക്രീഡ നടത്തിയ ഈ സ്ഥലത്ത് സ്നാനം ചെയ്യുകയും ഈ ജലാശയത്തിലെ ജലം ദേവാദികൾക്ക് തർപ്പണം നടത്തുകയും ചെയ്താലോ, ഉപവാസം അനുഷ്ഠിച്ചിട്ട് എന്നെ ആരാധിക്കുകയും സ്മരിക്കുകയും ചെയ്താലോ, അയാൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. യാതൊരു കാരണവശാലും കാളിയൻ യമുനാഹ്രദത്തിൽ തങ്ങാൻ പാടില്ലെന്ന് വ്യക്തമാക്കാനാണ് ഭഗവാൻ ഇത് പറഞ്ഞതെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഭഗവാൻ കാളിയനോട് ദയാപൂർവം ക്ഷമിക്കുകയും ബന്ധുമിത്രാദികളോടൊപ്പം സമുദ്രത്തിലേക്ക് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തുവെങ്കിലും ഇവിടെ തന്നെ തങ്ങാൻ അനുവദിക്കാനായി കാളിയൻ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഇപ്പോഴിവിടം തീർത്ഥാടകർക്കൊരു പുണ്യസ്ഥലമായി മാറാൻ പോകുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 63. ദ്വീപം രമണകം ഹിത്വാ ഛദ്ദം ഏദം ഉപാശ്രിതാം യദ്ഭയാത് സാ സുപർണാസ്ത്വാം നാദ്യാം മത്പാദലാഞ്ചിതം. ദ്വീപം രമണകം ഹിത്വാ ഭദ്രം ഏത ഉപാശ്രിതാം യദ്ഭയാത് സാ സുപർണാസ്ത്വം നാദ്യാൻ മത്പാദലാഞ്ചിതം. ദ്വീപം രമണകം ഹിത്വാ ഹൃദ്യമേത ഉപാശ്രിതഃ യദ്ഭയാത് സാ
ഹരേ കൃഷ്ണ പ്രഭുജി. ദീപം രമണകം ഹിത്വാ ഹൃദം ഏതം ഉപാശ്രിത യദ്ഭയാത് സ സുവർണസ്ത്വം നാദ്യാൻമത്പാദലാഞ്ചിതം. പദാനുപദാർത്ഥം. ദീപം മഹാദീപ്, രമണകം രമണകം എന്നു പേരായ, ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ഹൃദം കയം, ഏതത് ഈ, ഉപാശ്രിത അഭയം പ്രാപിച്ചിട്ട്, യത് ഭയാത് ആരിൽ നിന്നുള്ള ഭയം നിമിത്തം, സുവർണ ഗരുഡൻ, ത്വാം നിന്നെ, ന ആദ്യാത് ഭക്ഷിക്കുകയില്ല, മത്പാദ എന്റെ പാദത്തിന്റെ ലാഞ്ചിതം അടയാളപ്പെടുത്തിയ. വിവർത്തനം. ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയ് ഹോ. ഗരുഡനെ ഭയന്നിട്ടാണോ രമണദീപം വിട്ട് ഈ കയത്തിൽ നീ അഭയം തേടിയത്? പക്ഷേ ഇപ്പോൾ എന്റെ കാലടിപ്പാടുകൾ നിന്റെ മേൽ പതിഞ്ഞിരിക്കുക കാരണം ഗരുഡൻ നിന്നെ ഭക്ഷിക്കാൻ ശ്രമിക്കുകയില്ല. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ശ്രീ ഋഷിർവാച മുക്തോ ഭഗവതാ രാജൻ കൃഷ്ണേനാത്ഭുതകർമ്മണാ ത്വം പൂജയാം ആസമുദാ നാഗപത്ന്യശ്ചാസാദരം. ശ്രീ ഋഷിർവാച മുക്തോ ഭഗവതാ രാജൻ കൃഷ്ണേനാത്ഭുതകർമ്മണാ ത്വം പൂജയാം ആസമുദാ നാഗപത്ന്യാസാദരം. ശ്രീ ഋഷിർവാച മുക്തോ ഭഗവതാ രാജൻ കൃഷ്ണേനാത്ഭുതകർമ്മണാ തം പൂജയാമാസമുദാ നാഗപത്ന്യാസാദരം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ശ്രീ ഋഷി ഉവാച. മുനി ശ്രീ സുഖദേവൻ ഗോസ്വാമി പറഞ്ഞു, മുക്ത മുക്തനായി, ഭഗവത പരമദിവ്യോത്തമ പുരുഷനാൽ, രാജൻ ഹേ രാജാവേ, കൃഷ്ണേന ശ്രീകൃഷ്ണ ഭഗവാനാൽ, അത്ഭുത കർമ്മണ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്ത, തം അദ്ദേഹത്തെ, പൂജയാമാസ പൂജിച്ചു, മുത സന്തോഷത്തോടെ, നാഗപത്നിഹ സർപ്പത്തിന്റെ പത്നിമാർ, സാദരം ബഹുമാനത്തോടെ. വിവർത്തനം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ശുകദേവ ഗോസ്വാമി തുടർന്നു, അല്ലയോ പ്രിയപ്പെട്ട മഹാരാജാവേ, അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാൽ മോചിപ്പിക്കപ്പെട്ട കാളിയൻ ആനന്ദത്തോടും ആദരവോടും കൂടി പത്നിമാരോടൊക്കെ ഭഗവാനെ പൂജിച്ചു. അർത്ഥം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഈ ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കി ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ പറയുന്നു: കാളിയനിൽ നിന്ന് വൃന്ദാവനവാസികളെയും ഗരുഡനിൽ നിന്ന് കാളിയനെയും രക്ഷിക്കുക. ഉപദ്രവകാരിയും ഉപദ്രവത്തിനിരയായവരിലും ഒരുപോലെ അനുഗ്രഹം ചൊരിയുക എന്നിങ്ങനെയുള്ള ഭഗവാന്റെ അത്ഭുത പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നവയാണ് അത്ഭുത കർമ്മണ എന്ന വാക്ക്. കാളിയന്റെ പത്നിമാർ ഭഗവാന്റെ മഹാഭക്തരായതുകൊണ്ടും അവർ പരിശുദ്ധ സ്നേഹം കാഴ്ചവെച്ചതുകൊണ്ടും ഭഗവാന്റെ ഭക്തനായ ഗരുഡന് നേരെയും ഭഗവാന് പ്രിയപ്പെട്ട വൃന്ദാവനവാസികൾക്ക് നേരെയും കാളിയൻ ചെയ്ത അപരാധങ്ങൾ ഭഗവാൻ തിരിച്ചെടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ശ്രീകൃഷ്ണനാൽ എന്നർത്ഥമുള്ള കൃഷ്ണേന എന്ന പദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 65-67. ദിവ്യാംബരശ്രാന്മണിഭീം പരാധേ അഭിഭൂഷണൈം ദിവ്യഗന്ധാനുലേവശ്ചാം മഹാത്യോത്പാലമാലയാ പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തദപ്രീതോ അഭ്യുനാസ്നതാം പരിക്രമ്യ അഭിവന്ദ്യതം. സാ കലത്ര സുഹൃത്പുത്രോ ദ്യൂപം അബ്ദേ ജഗാമഹജഹാം തദൈവ സംവൃതാ ജലാ യമുനാ നിർവിഷാഭവ അനുഗ്രഹാത് ഭഗവതാ ക്രീഡമാനുഷരൂപിണാ. ദിവ്യാംബരശ്രന്മണിഭീം പരാധേരവിഭൂഷണൈം ദിവ്യഗന്ധാനുലേപൈശ്ചാം മഹത്യോത്പാലമാലയാം പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തദപ്രീതോ അഭ്യുനാഥാം പരിക്രമ്യ അഭിവന്ദ്യതം. സ കലത്ര സുഹൃത്പുത്രോ ദ്യൂപമധ്യേ ജഗാമഹാം തദൈവ സാമൃതാ ജലാ യമുനാ നിർവിഷാഭവ അനുഗ്രഹാത് ഭഗവതാ ക്രീഡാം മാനുഷം രൂപിണാ. ദിവ്യാംബരശ്രാന്മണിഭീം പരാധേരവിഭൂഷണൈം
ദിവ്യഗന്ധാനുനൈവൈശ്ച മഹത്തോത്പാലമാലയാ പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തദ പ്രീതോ അഭ്യനുജ്ഞാതാ പരിക്രമ്യ വിവന്ദ്യതം സ കലത്രാ സൂത്പുത്രോ ദ്വീപമധ്യർജഗാമഹ തദൈവ സാമൃതാജലായമനാ നിർവിഷാഭവ അനുഗ്രഹാൻ ഭഗവതാ ക്രീഡം അനുഷരൂപിണ. ഗീതമാജി. ഹരേ കൃഷ്ണ. ദിവ്യങ്ങളായ അംബര വസ്ത്രങ്ങൾ കൊണ്ട്, മാലകൾ കൊണ്ട്, മണിബി രത്നങ്ങളും, പരാർദൈ ഏറ്റവും ശ്രേഷ്ഠങ്ങളായ അപി ഭൂഷണൈ ആഭരണങ്ങളാലും, ദിവ്യങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ, അനുലേപൈച്ച കുറിക്കൂട്ടുകൾ കൊണ്ട്, മഹത്യ ശ്രേഷ്ഠമായ ഉത്പലമാലയ താമരമാലയാൽ പൂജയിത്വ പൂജിച്ചിട്ട് ജഗന്നാഥം പ്രപഞ്ചനായകനെ പ്രസാദിപ്പിച്ചിട്ട് നായകനെ പ്രസാദിപ്പിച്ചിട്ട് ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവനെ തതഹ എന്നിട്ട് പ്രീത സന്തുഷ്ടനായി അഭ്യനുജ്ഞാത പോകാൻ അനുവാദം ലഭിച്ചവനായിട്ട് പരിക്രമ്യ പ്രദക്ഷിണം വെച്ചിട്ട് വന്ദിച്ചിട്ട് തം അവനെ സാ ഒപ്പം കളത്ര ഭാര്യമാർ സുഹൃത് മിത്രങ്ങൾ പുത്ര മക്കൾ ദ്വീപിലേക്ക് അബ്ദേ സമുദ്രത്തിലെ ജഗാമ അവൻ പോയി ഹാ നിശ്ചയം തഥാ ഏവ ആ നിമിഷം അപ്പോൾ തന്നെ സാ അമൃത് പോലുള്ള ജലം യമുനയുടെ വെള്ളം യമുനാ നദി വിഷത്തിൽ നിന്ന് മുക്തി അഭവത് ആയി തീർന്നു. അനുഗ്രഹത്താൽ ഭഗവത ദിവ്യത്വം പുരുഷനായ ഭഗവാന്റെ ക്രീഡ രസകേളികൾക്കായി മനുഷ്യന്റേത് പോലുള്ള രൂപം ധരിച്ചിട്ട്. വിവർത്തനം. പ്രപഞ്ചനാഥനായ കൃഷ്ണന് കാളിയൻ പട്ടുവസ്ത്രങ്ങൾ, കണ്ടാഭരണങ്ങൾ, രത്നങ്ങൾ, മറ്റ് അമൂല്യാഭരണങ്ങൾ, അത്ഭുതകരങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ, കുറിക്കൂട്ടുകൾ, വളരെ വലിയ താമരപ്പൂമാല എന്നിവ കാഴ്ചവെച്ചു പൂജിച്ചു. ഗരുഡന്റെ ചിഹ്നം കൊടിയടയാളമായിട്ടുള്ള ഭഗവാനെ സന്തുഷ്ടരാക്കിയപ്പോൾ കാളിയൻ തൃപ്തനായി തീർന്നു. പോകാൻ ഭഗവാന്റെ അനുമതി ലഭിച്ചപ്പോൾ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് പത്നിമാർ, സന്താനങ്ങൾ, മിത്രങ്ങൾ എന്നിവരോടൊപ്പം സമുദ്ര മധ്യത്തിലുള്ള ദ്വീപിലേക്ക് കാളിയൻ യാത്ര തിരിച്ചു. കാളിയൻ പോയ ആ നിമിഷം തന്നെ യമുനാ നദി വിഷരഹിതവും അമൃതതുല്യവുമായ ജലത്തോടു കൂടിയ പൂർവാവസ്ഥയിൽ എത്തിച്ചേർന്നു. തൽപരനായി മാനുഷ വേഷം എടുത്ത പരമദിവ്യോത്തമ പുരുഷന്റെ അനുഗ്രഹം മൂലമായിരുന്നു അപ്രകാരം സംഭവിച്ചത്. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ ശ്ലോകങ്ങൾക്ക് വളരെ വിശദമായ കുറിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. മണിബി. കാളിയൻ ഭഗവാനെ പൂജിച്ചു. രത്നങ്ങളാൽ എന്ന വാക്കിനെ വിശദീകരിക്കാനായി അദ്ദേഹം രൂപഗോസ്വാമി എഴുതിയ ശ്രീ രാധാകൃഷ്ണ ഗണോദേശ ദീപികയിൽ നിന്നുള്ള ഈ ശ്ലോകം ഉദ്ധരിക്കുന്നു. കൗസ്തുഭാഖ്യോ മണീർ ഏന പ്രവിശ്യഹൃതം ഔരതം ആളിയ പ്രേയസി വൃന്ദ ഹസ്തൈരാത്മോപഹാരിത. ഭഗവാൻ തന്റെ കൗസ്തുഭരത്നത്തെ കാളിയ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് കാളിയ പത്നിമാരുടെ കരങ്ങളാൽ തനിക്കു തന്നെ സമ്മാനിക്കാൻ ഇടയാക്കി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറാൻ ആഗ്രഹിച്ച ഭഗവാൻ ദിവ്യമായ കൗസ്തുഭരത്നത്തെ അദൃശ്യമാക്കി കാളിയന്റെ രത്നശേഖരത്തിൽ എത്തിച്ചു. എന്നിട്ട് കാളിയൻ ഭഗവാനെ ദിവ്യരത്നാഭരണങ്ങളാദികളാൽ പൂജിക്കേണ്ട സമയം വന്നെത്തിയപ്പോൾ കാളിയന്റെ പത്നിമാർ ഭഗവാന്റെ ദിവ്യതന്ത്രം മനസ്സിലാക്കാതെ തങ്ങളുടെ കൈവശമുള്ള രത്നങ്ങളിൽ ഒന്ന് മാത്രമെന്ന് കരുതി കൗസ്തുഭരത്നത്തെ ഭഗവാന് സമർപ്പിച്ചു. ഗരുഡധ്വജ അഥവാ ഗരുഡന്റെ രൂപം കൊടിയടയാളമായിട്ടുള്ളവൻ എന്ന കൃഷ്ണനെ വർണ്ണിക്കുന്നതിന്റെ കാരണമായി ആചാര്യൻ പറയുന്നത് കാളിയനും ഭഗവാന്റെ വാഹനമാകാൻ ആഗ്രഹിച്ചു എന്നാണ്. ഗരുഡനും സർപ്പങ്ങളും സഹോദരങ്ങളാണല്ലോ. അതുകൊണ്ട് കാളിയന് ഭഗവാനോട് അങ്ങേക്ക് എന്തെങ്കിലും ദൂരയാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെയും അങ്ങയുടെ വാഹനമായി സ്വീകരിക്കാൻ ഓർക്കണമേ. ഞാൻ അങ്ങയുടെ ദാസന്റെ ദാസനാണ്. ഞാൻ കണ്ണടച്ചു തുറക്കും മുമ്പ് ശതകോടി യോജനകൾ എനിക്ക് സഞ്ചരിക്കാനാവും എന്ന് പറയണമെന്നുണ്ടായിരുന്നു.
അങ്ങനെ നിരന്തരമായി തുടരുന്ന ലീലകൾക്കിടയ്ക്ക് കൃഷ്ണനെ മധുരയിലേക്ക് ചെല്ലാൻ കംസൻ ആജ്ഞാപിക്കുമ്പോൾ കാളിയന്റെ പുറമേറിയും കൃഷ്ണൻ ചിലപ്പോൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്ന് പുരാണങ്ങൾ വിവരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കാളിയമർദ്ദനം എന്ന 16-ാം അധ്യായത്തിന്റെ ദിവ്യപൂജ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശാം ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം രാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവിശാഖാന്വിതാംശ്ചാം. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീ ഭാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദൈ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോ ജലപ്രേമാഢ്യാശുരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാപരായതേ. ഗൗരാവിർഭവഭൂമേസ്തം നിർദ്ദേഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപസനാതനാം ഭട്ടരഘുനാഥാം ശ്രീജീവ ഗോപാല ഭട്ടാദാസരഘുനാഥാം ഏഷായ ഘോഷായ കോരിചരൺ ബന്ധൻ ജഹാമോദ വിഘ്നാനാശ് അഭീഷ്ടപൂരൺ. വാഞ്ചാ കൽപദ്രൂപേശ്ച കൃപാ സിന്ധുവ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹോധന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാമ്നേ ഗൗരത്യുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയദാം സരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപദാം പോജോ രാധാ മദനമോഹനം. ദിവ്യാവൃന്ദാരണ്യ കൽപദ്രുമദാം ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലവി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ കർഷൻ വേണുസ്വനൈർഗോപീ ഗോപിനാഥ സ്വേദന. തഥാഞ്ജന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ ഹരേ ഹരേ. യേന സംസ്മരൻ മർത്യാസ് തുഭ്യം മനുശാസനം കീർത്തയാൻ ഉഭയോ സന്ധ്യോ നയുഷ്മാത് ഭയം അപ്നുയാത്. If a mortal being attentively remembers my command to you to leave Vrindavana and go to the ocean and narrates his account at sunrise and sunset, he will never be afraid of you. ഭഗവാന്റെ ആജ്ഞ കളിയുള്ള ഉടനടി ഇവിടെ വിട്ടു പോകണം. നീ യമുനയിൽ തങ്ങരുത്, വേഗം എടുത്ത് പോകണം. കാളിയൻ ഇതിനെന്ത് ചെയ്യണം? കളി നേരത്തെ പറഞ്ഞു, അങ്ങ് എന്ത് ആജ്ഞാപിച്ചാലും ശരി ഞാൻ അനുസരിക്കും. അപ്പൊ ആജ്ഞാപിച്ചാൽ മാത്രം മതി. കൃഷ്ണൻ ആജ്ഞാപിച്ചു, വിട്ടുപൊക്കോളൂ, ഇവിടെ നിൽക്കരുത്. ഇത്
ആ, ആ, നമ്മുടെ വൃന്ദാവനത്തെ വ്രജവാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ആത്മീയമായ ഉന്നമനത്തിനും എന്നെ പൂജിക്കാനും തീർത്ഥങ്ങൾ കുളിക്കാനുള്ള സങ്കല്പമായിട്ട് ധാരാളം ഭക്തന്മാരുടെ വന്നു ചേരും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ യമുനാ നദി. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത്, പോവാം. അപ്പൊ എന്നിട്ട് തിരിച്ചു, ഇത് ആരാണോ എൻ്റെ ഈ അനുശാസനം, നിന്നോടുള്ള എൻ്റെ ഈ ഉത്തരവ് ആരാണോ ഓർക്കുന്നത്, അവരൊരിക്കലും പാമ്പ് നിന്നെയോ അല്ലെങ്കിൽ പാമ്പുകളോട് ഭയം ഉണ്ടാവില്ല. സർപ്പഭയം എല്ലാവർക്കുള്ളതാണ്. സർപ്പഭയം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ മന്ത്രം ജപിക്കാനാണ് പറയുന്നത്. ഈ ശ്ലോകം 61-ാം ശ്ലോകം 10-ാം സ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലെ 61-ാം ശ്ലോകം സർപ്പഭയത്തിൽ നിന്ന് നമ്മളെ മുക്തനാക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ് കണക്കാക്കുന്നത്. ഋഗ്വേദത്തിലും ഇതേപോലെ ശ്ലോകം ഉണ്ടെന്ന് കൂട്ടിയുന്നുണ്ട് വിശ്വനാഥ ചക്രവർത്തി. യമുന ഹർവി ഹി യോ യാതോ യോ നാരായണ വാഹന യദി കാലികാ ദംഷ്ടായ യദി കാലിക്യാദ് ഭയം ജന്മഭൂമി പരിത്രാതോ വിർവിഷോ യാതി കാലിക. ഇവിടെ കാളിയനെ കാളിക എന്ന് പറയുന്നത്. ഗരുഡ, the bird carrier of Lord Narayana, came to visit the lake in Yamuna. One need no longer fear the bites of Kaliya or deadly poison. കാളിക ദംഷ്ടായ കാളിക്യാത്, കാളിക്യാജൻ കാളിയിൽ നിന്ന് വരുന്ന എന്നുവെച്ചാൽ വിഷം. കാളിയന്റെ ദംശനോ അല്ലെങ്കിൽ കാളിയിൽ നിന്ന് വരുന്ന വിഷമോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ്? ജന്മഭൂമി പരിത്രാതോ, ജന്മഭൂമി വ്രജഭൂമിയെ പറ്റി പറഞ്ഞു. കൃഷ്ണൻ അവിടെ അവതരിച്ച ഭൂമി വ്രജഭൂമിയാണ്. ആ വ്രജഭൂമിയെ, the Lord who protects വ്രജഭൂമി has made Kaliya harmless. വിർവിഷോ വിഷയുണ്ട്. ഇവിടെ നിർവിഷം എന്നാണ് ശ്ലോകത്തിൽ ഉപയോഗിക്കണം. ഇവിടെ വിർവിഷം ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ ലീലകള് നമുക്കറിയാം. വേദത്തിലെയും വളരെ കുറച്ചേ പറയുള്ളൂ, പക്ഷെ വളരെ പ്രസക്തമായ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. യമനെ പറ്റി പറയുന്നുണ്ട്, കൃഷ്ണനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ജന്മഭൂമി പരിത്രാതോ മാത്രമേ പറയുന്നുള്ളൂ. ആരാണത്? അത് കൃഷ്ണനാണ്. അപ്പോ കാളിയനോടുള്ള ആ ഉത്തരവ് ഒരു മന്ത്രമായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് കൂടുതൽ വർണ്ണിക്കുന്നുണ്ട് ഈ പാസ്റ്റൈമിനെ പറ്റിയിട്ട്. യോ അസ്മിൻ സ്നാത്വാമദാ ക്രീഡേ ദേവാദിം സർപ്പയേ ജലൈഹി ഉപോഷ്യ മാം സ്മരൻ അർച്ചേ സർവപാപേ പ്രമുച്യതേ. If one bathes in this place of my pastimes and offers the waters of this lake, to demigods and other worshipable personalities, or if one observes a fast and duly worships and remembers me, he is sure to become free from all sinful reactions. ആരാണ് എന്നെ ആരാധിക്കുന്നത്? ഈ പറഞ്ഞ യമുന നദിയിലെ കാളിയതടം അല്ലെങ്കിൽ കാളിയന്റെ തടം യമുന നദിയിൽ വസിക്കുന്നതിൽ അവിടെ ആരാണോ വന്ന് സ്നാനം ചെയ്യുന്നത്, ആ സ്നാനം ചെയ്ത് ദേവന്മാർക്ക് തർപ്പണം ചെയ്യുന്ന ആരാണോ ഇവിടെ വന്നിട്ട് വ്രതം നോക്കുന്നത്, ആരാണോ ഇവിടെ എന്നെ ആരാധിക്കുന്നത്, അവർ സകല പാപങ്ങളിൽ നിന്നും മുക്തനാകും എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത് സാധിക്കണമെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. എല്ലാവർക്കും ഇവിടെ വരണമെങ്കിൽ നീ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കും വരാമെന്നതിൽ ഭയം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാലത്തും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നീ പിന്നെ കൃഷ്ണ എന്നെ ഒന്നും അനുവദി, കുറച്ച് കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം ഇത് പറയരുത്, പറയാൻ പാടില്ല. കാരണം നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ ഇവിടെ തന്നെ ഉടനടി വിട്ടുപോകണം. അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ സ്നാനം ചെയ്യാനും ഈ പറഞ്ഞ ഭക്തി സേവനങ്ങൾ ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ ഇപ്പൊ തന്നെ സമുദ്രത്തിലേക്ക് പോകണം. അപ്പോൾ കൃഷ്ണ അത് വളരെ പേടിയുള്ള ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് ഭയം ഉണ്ടാവും. അവിടെ ഗരുഡനൊക്കെയുള്ളതാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷിതമാണ് ഞാൻ ഗരുഡനിൽ നിന്ന്. പക്ഷെ ഇവിടെ ഞാൻ വിട്ടു പോയി കഴിഞ്ഞാൽ അപ്പ ഗരുഡൻ എന്നെ കൊന്നു തിന്നും, ഒരു സംശയമില്ല അതില്ല. അതുകൊണ്ട് കൃഷ്ണ കുറച്ച് ഭയമുണ്ട് കേട്ടോ എനിക്ക്. കാര്യം അങ്ങ് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും, പക്ഷെ ഈ ഭയമുണ്ട്. അപ്പോ കൃഷ്ണൻ പറഞ്ഞാണ് ദീപം രമണകം ഹിത്വാ
ഹർദമേതത് ഉപാഷിതാ യത് ഭയാത് സാ സുവർണസ്ത്വാം നാദ്യൻ മത്പാദലാഞ്ചിതം. Out of fear of Garuda, you left Ramanaka Island and came to the shelter of this lake. But because you are now marked with my footprints, Garuda will no longer try to eat you. അപ്പോൾ കാളിയൻ്റെ സ്വവാസസ്ഥലം എന്ന് പറയുന്നത് രമണകമാണ്. രമണകം എന്ന സമുദ്രത്തിനുള്ളിലുള്ള ഒരു ദ്വീപിലാണ്. ഇത് ഫിജി ഐലൻഡിനെ കണക്കാക്കണം. ഓസ്ട്രേലിയയുടെ അടുത്ത് ഒരു ഫിജി ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഫിജി എന്ന സ്ഥലമുണ്ട്, ഒരു ഐലൻഡാണ് അത്. അവിടെയാണ് കാളിയന്മാർ. ഇപ്പോൾ ഫിജി ഐലൻഡ് ധാരാളം കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവിടെ. ആ ഐലൻഡ് മുഴുവൻ കൃഷ്ണ കോൺഷ്യസ് ആണ്. അവിടെയാണ് കാളിയൻ താമസിച്ചിരുന്നത്. പക്ഷേ ഗരുഡൻ്റെ ഭയം കാരണം ഇവിടെ ഇനി പറയാം എന്തുകൊണ്ട് ഗരുഡൻ കാളിയൻ ഇതിൽ വരുന്നില്ല, കാളിന്തി തീരത്ത് വരുന്നില്ല എന്നുള്ള അടുത്ത ഹിസ്റ്ററി പറയുമ്പോൾ അത് പറയും. അപ്പോൾ ഗരുഡൻ വരാത്തൊരു സ്ഥലമാണ് ഹലോ ഹരേ കൃഷ്ണ പറയൂ. പത്തരയ്ക്ക് എത്തിക്കണോ? 10:10 പറഞ്ഞാൽ ഉണ്ടാവും. എന്തെങ്കിലും വ്യത്യാസം ഞാൻ അറിയിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോൾ ഗരുഡൻ വരാത്ത സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം, യമുന നദിയിലത്തെ തീരം. അപ്പോൾ അവിടെ നീ ഇത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷെ ഇനി പേടിക്കണ്ട, നീ തിരിച്ച് രമണത്തിൽ പോളൂ. കാരണം ഇനിയിപ്പോൾ നിന്റെ പുറത്ത് മുഴുവൻ നിന്റെ ശിരസിലെല്ലാം എൻ്റെ പാദമുദ്രകളുണ്ട്. എൻ്റെ പാദമുദ്രകൾ കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ മനസ്സിലാവും എൻ്റെ സംരക്ഷണത്തിനാണ് നീ എൻ്റെ ഭക്തനാണ് എന്ന് ഗരുഡൻ മനസ്സിലാക്കണം. പിന്നെ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. ധൈര്യമായിട്ട് പോളൂ, ഒട്ടും ഭയപ്പെടണ്ട. എന്നിട്ട് പറഞ്ഞ ശ്രീ ഋഷിരുവാചാം ഭുക്തോ ഭഗവതാ രാജൻ കൃഷ്ണേനാത്ഭുതകർമ്മണാം തം പൂജയാമാസ മുദാ നാഗപത്ന്യാശ്ച സാദരം. Shukdev Goswami continued, My dear king, having been released by Lord Krishna, the Supreme Personality of Godhead, whose activities are wonderful, Kaliya joined his wives in worshipping him with great joy and reverence. കാളിയന് ഭയങ്കര സമാധാനമായി, സന്തോഷമായി. കൃഷ്ണൻ ഇതെല്ലാം ചെയ്തു തന്നില്ലേ? അഭയസ്ഥാനം നിന്നു, എന്നെ ഭക്തനായിട്ട് എൻ്റെ ശിരസിൽ കാലുവെച്ചു, ഇതെല്ലാം കൃഷ്ണൻ നമുക്കിവിടെ ചെയ്തു തന്നു. അപ്പോൾ ഇനി തിരിച്ച് കൃഷ്ണനെ അങ്ങോട്ട് എന്താ വേണ്ടേ? കൃഷ്ണനെ പൂജിക്കണം, ആരാധന ചെയ്യണം, കൃഷ്ണന് വേണ്ടി എല്ലാം സമർപ്പിക്കണം, വിശിഷ്ടമായ കാര്യങ്ങൾ കൃഷ്ണനെ സമർപ്പിക്കണം. ഇതെല്ലാം ആഗ്രഹത്തോടുകൂടി നാഗപത്നിമാരും ചേർന്ന് ഇദ്ദേഹം കാളിയൻ ഭഗവാനെ ആരാധന ചെയ്തു തുടങ്ങി. അപ്പോൾ വിശ്വനാഥ ചക്രവർത്തി അത്ഭുതകർമ്മ, കൃഷ്ണൻ്റെ അത്ഭുതകർമ്മമാണ്. കൃഷ്ണൻ ധാരാളം അത്ഭുതകർമ്മം ചെയ്യേണ്ടത്, വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്? ഒറ്റയടി കൊണ്ട് എന്താണെന്ന് അറിയാം, 2 birds in 1 shot, ഒന്നുകൊണ്ട് 2 പക്ഷികൾ എന്ന് പറഞ്ഞ മാതിരി എന്ത് ചെയ്തു? യമുനാവാസികളെ, വ്രജവാസികളെ കാളിയന്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, കാളിയനെ ഗരുഡന്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ രണ്ടുപേരും ഭയത്തിലായിരിക്കണം. വ്രജവാസികളും ഭയത്തിലാണ്, കാളിയനും ഭയത്തിലാണ്. വ്രജവാസികൾ കാളിയനെ ഭയപ്പെടുന്നു. കാരണം കാളിയൻ്റെ ഉഗ്രമായ വിഷം ശ്വസിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ മരിക്കുന്നു, അവിടുത്തെ വൃക്ഷലതാദികളെല്ലാം ഉണങ്ങിപ്പോകുന്നു. അത്രയധികം ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കണം. അപ്പോൾ കാളിയൻ പോയി കഴിഞ്ഞാൽ വ്രജവാസികൾക്ക് സന്തോഷമായി, ഭയത്തിന് രക്ഷപ്പെട്ടു. കാളിയനാണെങ്കിലോ, കാളിയൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ഗരുഡനെ ഭയന്നിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കാളിയന് ആ ഭയം പോയി. ഇനി ഗരുഡൻ എന്നെ കൊല്ലില്ല, എന്നെ കൊന്നു തിന്നില്ല എന്നുള്ള ഭയം പോയി. അപ്പോൾ ആ കൃഷ്ണൻ ഒറ്റ ഇതുകൊണ്ട്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ല മതി, ഒറ്റ കാര്യം കൊണ്ട്, ഒരു കർമ്മം കൊണ്ട്, ഒറ്റ സിംഗിൾ കർമ്മം കൊണ്ട് എന്തായി? രണ്ടുപേരെയും സന്തോഷമാക്കി. വ്രജവാസികളെയും കാളിയനെയും ഒരേപോലെ സന്തുഷ്ടനാക്കി ഭഗവാൻ. ഇതാണ് കൃഷ്ണന്റെ അത്ഭുത ലീലകൾ. കൃഷ്ണലീലകൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു അത്ഭുതം ഉളവാക്കുന്ന ഒരു ലീലയാണ്. ഈ ഒരു ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. വ്രജവാസികളെയും കാളിയനെയും ഒരേപോലെ പ്രീതിപ്പെടുത്തി കൃഷ്ണൻ.
അപ്പോൾ കർഷണം കൃഷ്ണേന എന്ന് പറഞ്ഞാൽ കൃഷ്ണനാഥിക്ക് കാളിയനെ 2 തരം അപരാധം ചെയ്തെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഗരുഡനോട് ചെയ്ത അപരാധം, അതുകൊണ്ട് ഗരുഡൻ എപ്പോഴും കാളിയനെ ഉപദ്രവിക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ. മറ്റേത് കാളിയൻ എന്താണ്, കാളിയൻ ഇവിടെ വ്രജവാസികളെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ 2 അപരാധങ്ങളിൽ നിന്നും കൃഷ്ണൻ കാളിയനെ രക്ഷപ്പെട്ടു. അപ്പോൾ കുറേ അത്ഭുതങ്ങൾ പറയാൻ പറ്റും അതിൽ. ഒറ്റ വഴിക്ക് 2 പേരെയും രക്ഷപ്പെട്ടി, മാത്രമല്ല കാളിയനെ അപരാധങ്ങളിൽ നിന്നും മുക്തനാക്കി. അതാണ് ഭഗവാൻ. എത്രയോ ഭക്തവത്സരം നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഭക്തവത്സരം പറഞ്ഞാൽ കൃഷ്ണന് ഇഷ്ടമെങ്കിൽ ആരെ വേണമെങ്കിലും ആരുടെ കർമ്മം ഇല്ലാതാക്കാൻ കഴിയും. കർമാണി നിർദഹതി കിന്തുച്ച ഭക്തി ബാജാം. അപ്പൊ കൃഷ്ണ അവാടിയും പറ്റും. ചില ചിലർക്ക് സംശയം അങ്ങനെ കൃഷ്ണൻ ഈ കർമ്മം അനുസരിച്ചിട്ടല്ലേ പോകണം. ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നൽകേണ്ട കടമയിലെ കൃഷ്ണനുള്ള. അതുകൊണ്ട് കൃഷ്ണനും കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നുണ്ട്. ആരുടെ കർമ്മത്താൽ? ഈ പറഞ്ഞ ആൾക്കാരുടെ കർമ്മം ചെയ്യുന്ന ആ തന്നെ ബന്ധിക്കപ്പെടുന്നുണ്ടല്ലേ? കൃഷ്ണ സ്വാതന്ത്ര്യമുണ്ടോ? ശ്രീമദ് ഭാഗവതത്തില് നമസ്കാരം നമ്മുടെ വിതുരനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ കൃഷ്ണന് എന്താണ്, ഒരാള് കളിക്കോപ്പുകളുള്ള ആള് ഇഷ്ടംപോലെ കളിക്കോപ്പുകൾ നിരത്തി ആൾക്ക് ആസ്വദിക്കാം. പല രീതിയിൽ ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് പലതരത്തിലുള്ള ബിൽഡിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കുറെ കളിക്കോപ്പാണെങ്കിൽ അത് എൻ്റെ ഇഷ്ടാനുസാരം എനിക്ക് കളിക്കാൻ പറ്റും. എന്നുപോലെ കൃഷ്ണന് ഇതേപോലെ സ്വഇഷ്ടപ്രകാരം എന്തും ചെയ്യാം എന്ന് പറയുമ്പോൾ ചോദ്യം ഉയർന്നു വരും. എന്താണത്? കൃഷ്ണൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കൃഷ്ണന്റെ ഡ്യൂട്ടി എന്താണ്? ഒരാളെ കർമ്മം അനുസരിച്ച് അയാൾക്ക് കർമ്മഫലം കൊടുക്കുക എന്നാണ് കൃഷ്ണൻ ചെയ്യേണ്ടത്. അപ്പൊ കാരണം കൃഷ്ണൻ അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മത്താൽ കൃഷ്ണൻ ബന്ധിക്കപ്പെടുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അത് അല്ല, കൃഷ്ണന് സ്വാതന്ത്ര്യമുണ്ട്. കൃഷ്ണൻ ഇഷ്ടമാണെങ്കിൽ ഒരാളുടെ ഭക്തന്മാരുടെ കർമ്മങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും, ഭക്തന്മാരുടെ അപരാധങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. അത് കൃഷ്ണന് കഴിയും. അല്ലെങ്കിൽ കാളിയൻ ചെയ്ത അപരാധം അനുസരിച്ച് കാളിയന് ധാരാളം ജന്മങ്ങള് മോശമായ രീതിയിൽ പോകേണ്ടി വരും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ ഒറ്റ അടി കൊണ്ട് കൃഷ്ണൻ എല്ലാ അപരാധങ്ങളും മുക്തനാക്കി അയാളെ പ്യോർ ഡിവോട്ടിക്ക് മാറ്റിയാണ്. അപ്പൊ ഇനി കർമ്മങ്ങൾ ചെയ്ത പാപങ്ങളുടെ ധാരാളം പാപങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃഷ്ണൻ ഇല്ലാതാക്കാണ്. അത് കൃഷ്ണന്റെ പാസ്റ്റ് എന്നൊക്കെയാണ് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. അതായത് കൃഷ്ണ ഈസ് എന്ന സുപ്രീം ഫ്രീ സ്വരാത്. കൃഷ്ണനെ മാത്രമേ സ്വരാത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈസ് ടോട്ടലി ഇൻഡിപെൻഡന്റ്. കൃഷ്ണ ഒരു തരത്തിലുള്ള ബാധ്യതയില്ല, ഒരൊന്നും ബന്ധിക്കാൻ പറ്റില്ല കൃഷ്ണനെ. ടോട്ടലി ടു ഫ്രീ ടു ഡു എനിത്തിങ്. ഭക്തി സിദ്ധാന്ത സരസ്വതി അരിസ്റ്റോക്രാറ്റിക് ടൈറന്റ് എന്ന് പറയാം. അരിസ്റ്റോക്രാറ്റിക് ടൈറന്റ് കൃഷ്ണനെ പറ്റിയില്ല. അടുത്ത ശ്ലോകത്തില് 65 പേജ്. ദിവ്യാംബരശ്രാൻമണിഭി പാരാർദ്ധേ അഭിഭൂഷണൈ ദിവ്യഗന്ധാനുലേപൈശ്ചാത്യോത്പലമാലയാ പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തദപ്രീതോ അഭ്യനുജ്ഞാത പരിക്രമ്യാഭിവന്ദ്യതം. Claudia worshipped Lord of the universe by offering him fine garments, along with necklaces, jewels, and other valuable ornaments, wonderful scents and ointments, and a large garland of lotus flowers. ധാരാളം കൃഷ്ണനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്താണ്, നിറയെ മഞ്ഞ് പട്ടുകള്, ഉടയാടകള്, മാലകള്, രത്നങ്ങള്, പിന്നെ വേറെ ആഭരണങ്ങള്, കൂടാതെ വളരെയധികം സുഗന്ധമുള്ള ലേപനങ്ങള്, പിന്നെ കൃഷ്ണ ഏറ്റവും ഇഷ്ടമുള്ള താമരമാലകൾ, വലിയ വലിയ താമരമാലകള്, ഇതെല്ലാം എത്ര കൊടുത്താലും മതിയാണ്. കൃഷ്ണനെ അർപ്പിക്കുകയാണ്. Having thus pleased the Lord, whose flag is marked with the emblem of Garuda, Kaliya felt satisfied. Receiving Lord's permission to leave, Kaliya circumambulated him and offered him obeisances. Then, taking his wives and friends and children, he went to the islands in the sea. The very moment Kaliya left, Yamuna was immediately restored to original condition, free from poison and full of nectarine water. This happened by the mercy of Supreme Personality Godhead, who was manifesting a human-like form to enjoy his pastimes. അപ്പോ ഇത് ഭഗവാന്റെ ആ മനുഷ്യരൂപം എടുത്തിട്ടുള്ള പാസ്റ്റ് ടൈംസ്. പലർക്കും ഭഗവാന്റെ ആ മനുഷ്യരൂപം റീകൺസിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിത്
ജെമിനി ആയിട്ടുള്ള ചാറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട് സയൻറ്റിസ്റ്റായ നാരായണൻ അയച്ചു വിട്ടു, ഡോക്ടർ നാരായണൻ. അപ്പോൾ അദ്ദേഹം കുറേ കാലം വിട്ടു നിൽക്കുന്നു. അദ്ദേഹം ഇതേപോലെ കുറേ വേദിക് സ്റ്റഡിയിൽ കൂടെ, ഇത് പ്രകൃതിയിൽ കൂടെ ബൈ സ്റ്റഡിങ് ദ പാർട്ടിക്കിൾസ്, അത് കുറേ ഗവേഷണം നടത്തി കുറേ അധികം ആ ഫീൽഡിൽ സഞ്ചരിച്ചാണ്. എവിടെ എത്തിയില്ല. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ഓക്കെ വേദങ്ങളായിട്ട് ബന്ധക്കുണ്ട്. അത് ശരി. നിങ്ങൾക്ക് വിഷ്ണു രൂപം, വിഷ്ണു നമ്മൾ 3 വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ധാരാളം രൂപങ്ങളുണ്ട്, കൃഷ്ണൻ ധാരാളം രൂപങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അംഗീകരിക്കാം. പക്ഷേ കൃഷ്ണന്റെ ആ ഹ്യൂമൻ ഫോം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് എല്ലാവർക്കും പ്രശ്നം. ഹ്യൂമൻ ഫോം, കൃഷ്ണന്റെ ആ മനുഷ്യരൂപം എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യരൂപം ഉടനെ മനസ്സിലാക്കാൻ സർവ്വസാധാരണമായിട്ട് രൂപമാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരൂപം. രണ്ടാമത് ഇങ്ങനത്തെ തരത്തിലുള്ള ഭൗതിക രൂപങ്ങളെല്ലാം താൽക്കാലികമാണ്. പിന്നെ അത് വേദനാജനകമാണ്. അത് നമ്മളെ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് ധാരണകൾ രൂപങ്ങളെക്കുറിച്ച്. സാധാരണ രൂപങ്ങൾ ശരിയാണ്, ഭൗതിക രൂപങ്ങളെക്കുറിച്ച്. പക്ഷേ കൃഷ്ണന്റെ ഭൗതിക രൂപമല്ല, മനുഷ്യരൂപമാണ്, പക്ഷെ ആ ഭൗതിക രൂപമല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസം. അപ്പോൾ മനുഷ്യന് രൂപം എടുത്തുകൊണ്ട് കൃഷ്ണൻ ധാരാളം പാസ്റ്റ് ടൈംസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊന്നും ഭൗതികമായിട്ടുള്ള രൂപമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് പാസ്റ്റ് ടൈംസ് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ ഇതിന്റെ കളിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ 7 വയസ്സുള്ളപ്പോൾ വലിയൊരു പർവ്വതം എടുത്തു പൊക്കുക, ഗിരിവരധാരി എന്ന് പറയും, ഗോവർദ്ധന എടുത്ത് പൊക്കുന്നു. ഇത് സാധിക്കുന്ന കാര്യമാണോ? സാധാരണ ഒരു ശരീര ആൾക്കാർക്ക് നടക്കുന്ന കാര്യമാണത്. ഒക്കെ അതേസമയത്ത് കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ വലിയ ഭയങ്കര മസ്കുലറായിട്ടുള്ള ആളൊന്നുമല്ല. സാധാരണ നമ്മൾ കൃഷ്ണൻ കണ്ട് ഹെർക്കുലീസ്, അങ്ങനെ അറ്റ്ലസ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റി പറയുമ്പോൾ, സാംസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര പർവ്വതം പോലത്തെ ശരീരം എടുത്തുള്ള ആൾക്കാരാണ്. പക്ഷേ കൃഷ്ണനെ കണ്ട വളരെ കോമണമായിട്ടുള്ള ശരീരമാണ്. ഒരിക്കൽ പാസ്റ്റ് ടൈമില് ശീലപ്രഭാതിനെ പറ്റി ഒരാള് കൃഷ്ണനെ ഭയങ്കര മസ്കുലായിട്ട് വായിക്കുന്നത്, അതായത് രജോ ഗുണത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഹീറോസ് ഭയങ്കര മാസ്കുലൈൻ ആയിട്ട് കാണിക്കാത്തത്, ഭയങ്കര മസിൽസ് ഒക്കെ ഉള്ള. ദാറ്റ് മീൻസ് ദീസ് ആർ ഫോർ മീറ്റ് ഈറ്റേഴ്സ്. മാംസബുക്കുകൾക്കാണ് ഇങ്ങനത്തെ എത്തുന്നത്. അമാനുഷ്യ ശക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര രൂപം, മസ്കുലർ ആയിട്ടുള്ള രൂപം. അതേസമയത്ത് വി ആർ മിൽക്ക് ഡ്രിങ്കേഴ്സ്, നമ്മൾ പാൽ കുടിക്കുന്ന ആൾക്കാരാണ്. പാൽ കുടിക്കുന്ന ആൾക്കാർക്ക് കോമള രൂപത്തിനാണ് താല്പര്യം കൂടെ. കൃഷ്ണന് കോമള രൂപമാണ്, പക്ഷേ അസാമാന്യമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള പവർ ഉണ്ടായില്ല. അത് നമുക്കറിയാം. ഇപ്പൊ ഈ നമ്മുടെ അസുരധന്മാർ മുഴുവൻ നോക്കുമ്പോൾ അറിയാം കൃഷ്ണന്റെ പവർ നമുക്കറിയാം എത്രത്തോളം ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യരൂപം മനസ്സിലാക്കുക, മനുഷ്യരൂപമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക്, അജ്ഞത കൊണ്ട് മൂടുന്ന ആൾക്കാർക്ക്, മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫേഴ്സ്, സയന്റിസ്റ്റ്, ഇവർക്കെല്ലാം ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കൃഷ്ണനാണ്, കൃഷ്ണനെല്ലാം സാധിക്കും. അപ്പോൾ കൃഷ്ണന്റെ ആജ്ഞപ്രകാരം ഇവരെല്ലാം ചെയ്തു. അപ്പോൾ അവിടെ രത്നങ്ങൾ അർപ്പിച്ചു പറയുന്നുണ്ട്. രത്നങ്ങൾ അർപ്പിച്ച് മണി എന്ന് പറയുന്നുണ്ട്. മണി എന്നുള്ള കൗസുമമാണെന്ന് പറയുന്നത്. ഈ കൗസുമം കൃഷ്ണന് മുമ്പ് തന്നെയാണ്, കൃഷ്ണന്റെ നാറിൽ കിടന്ന കൗസുമം. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? കാളിയനെ ചവിട്ടുന്നിടയില് കൃഷ്ണന്റെ മണി എടുത്തിട്ട് കാളിയന്റെ ആ ചുരുളിൽ, ശരീരത്തിന്റെ ചുരുളിൽ ഇടുകയാണ്. അപ്പൊ അതിലാണ് എല്ലാ നിധി ഇരിക്കണം. ആ നിധിയിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ കുറെ മണികളുടെ, കുറെ ആഭരണങ്ങളുടെ കൗസുമരത്നം ഉണ്ടാവും. ഈ കൗസുമരത്നം നാഗപത്നിമാര് തങ്ങളുടേതാണ് വിചാരിച്ചുകൊണ്ട് കൃഷ്ണനെ തിരിച്ചു സമർപ്പിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം ആക്ട് ചെയ്യേണ്ട ഇവിടെ വലിയ വാല്യുബിൾ ആയിട്ട്. കാരണം ഭയങ്കര സന്തോഷം കാണിച്ചു. നാഗപത്നിമാർ ഇതെല്ലാം എനിക്ക് തന്നതിൽ ഇത്രയും മൂല്യമായിട്ട് രത്നം ആരെ കൊടുക്കുക? നിങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, നിങ്ങളൊന്നും എനിക്ക് തന്നില്ലേ ഇത്. ഇപ്പൊ സാധാരണ ആൾക്കാരെ സന്തോഷിക്കുന്ന പോലെ കൃഷ്ണൻ സന്തോഷിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക്. അത് കൃഷ്ണന്റെ വേറൊരു ഇതാണ്. അപ്പൊ ഇവിടെ രൂപഗോസ്വാമി കോട്ട് ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണ ഗണോദേശ ദീപികയില് പറയുന്ന ഇതില് പറയുന്ന, അത് വിശാചക്രത്തിൽ കോട്ട് ചെയ്യുന്നതാണ്. കൗസഭ്യാത്യോ മണിറിയേനാം പ്രവിശ്യ ഹൃദം ഔരകം കാളിയ പ്രേയസി വൃന്ദ. കാളിയ പ്രേയസി വൃന്ദ വെച്ചാൽ കാളിയന്റെ നാഗപത്നിമാരുടെ പ്രിയപ്പെട്ട നാഗപത്നിമാർ. വൃന്ദ ഗ്രൂപ്പ്. ഹസ്തേ
ആത്മോപഹാരിത, സ്വന്തം കൈകൊണ്ട് കൃഷ്ണനെ അർപ്പിക്കുകയാണത്. അടുത്ത് ഗരുഡധ്വജ എന്ന് പറ്റി പറയുന്നുണ്ട്. ഗരുഡധ്വജ ഗരുഡന്റെ അടയാളമുള്ള കൊടിയുള്ളവനാണ്. അപ്പൊ ഇവിടെ പറയുന്നത് കളിയും പറയുന്നുണ്ട്, ഞാനിനി ഗരുഡന്റെ സഹോദരൻ തന്നെയാണല്ലോ. ശരിക്കും അവർ സഹോദരന്മാരാണ്, 2 സഹോദരിമാരുടെ മക്കളാണ്. അപ്പോ ഇനി ഞാൻ ഗരുഡന് ഇഷ്ടമാണ്, ഇനി ഗരുഡന്റെ അങ്ങയുടെ അങ്ങയുടെ ദാസനാണ് ഗരുഡൻ. അപ്പൊ ആ ദാസന്റെ ദാസനാണ് ഞാൻ, എന്ന് വെച്ചാൽ ഞാൻ ഗരുഡന്റെ ദാസനാണ്. അപ്പൊ ഗരുഡന്റെ സേവ എന്താണ്? അങ്ങയെ എപ്പോഴും ദൂരത്തേക്ക് കയറ്റുക, കൊണ്ടുപോവാം. എവിടേക്കും കൃഷ്ണത്തോടെ ദൂരെ പോകണോ ഉടനടി ഗരുഡനെ പോകട്ടെ. അപ്പൊ ഗരുഡൻ ഒരു സെക്കൻഡിൽ അവിടെ എത്തിക്കും. അപ്പൊ കളിയുമ്പോൾ ഇനി ഏതെങ്കിലും അവസരത്തിൽ ഗരുഡന് വരാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. എനിക്ക് ഇതേപോലെ ഒരു നിമിഷം കൊണ്ട് കോടിക്കണക്കിനുള്ള മൈലുകൾ താണ്ടാൻ കഴിയും എനിക്ക്. ആ ഒരു അപൂർവ സ്ഥിതി കളിയിലുണ്ട്. കണ്ണടച്ച് തുറക്കണേക്കാൾ മുമ്പ് എവിടെ എത്തണോ അവിടെ എത്തും. ആ ഒരു സ്ഥിതിയിലുണ്ട്. കാളിയും പറയും, വിനീതമായിട്ട് പറയണം, കൃഷ്ണ, അഥവാ ഗരുഡന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴും അങ്ങയുടെ വാഹനമായിട്ട് കണക്കാക്കാം. എന്നോട് ജസ്റ്റ് പറഞ്ഞാൽ ആ നിമിഷം അവിടെ എത്തും. ഉടനടി അങ്ങയെടുത്ത് എവിടേക്ക് പോകണോ കണ്ണടക്കിയ വേഗത്തിൽ ഞാൻ അങ്ങേ അവിടെ എത്തിക്കാം. ഒരവസരം എനിക്ക് തരണം എന്ന് കളിയൻ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോ ഇതനുസരിച്ചിട്ട് വിശ്വാസചക്രത്തിൽ പറയുന്നുണ്ട്, വേറൊരു കൽപ്പത്തില് ഇതേപോലെ കൃഷ്ണൻ ഇത് കേട്ടിട്ട്, ഇപ്പോൾ നമുക്കറിയാം കൃഷ്ണന്റെ എല്ലാ ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം എല്ലാ കൽപ്പത്തിലും സംഭവിക്കണം. കൽപ്പത്തിൽ ഒരു വർഷം, അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് കൃഷ്ണൻ വരുന്നു. കൃഷ്ണൻ ഇതെല്ലാം ഈ പറഞ്ഞ പാസ്റ്റ് ടൈംസ് എല്ലാം ചെയ്യണം. ഇത് എല്ലാ കൽപ്പത്തിലും സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് കൃഷ്ണൻ വന്നുകൊണ്ടിരിക്കുന്നു അർത്ഥം. അപ്പൊ അങ്ങനെ പല കൽപ്പങ്ങളുണ്ട്. അതിൽ ഒരു കൽപ്പത്തില് കൃഷ്ണൻ എന്താണ്, ഒരിക്കൽ കംസൻ മധുരയിലേക്ക് വിളിക്കുകയാണ് റെസ്ലിംഗ് മാച്ചിന് വേണ്ടി. അക്രൂരന്മത്ത് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കംസൻ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് കൃഷ്ണൻ അക്രൂരന്റെ കൂടെയല്ല പോണ, കാളിയന്റെ കൂടെയാണ്. കാളിയന്റെ പുറത്ത് കയറിയിട്ടാണ് മധുരയ്ക്ക് എത്തുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ കാളിയന്റെ ആഗ്രഹം അവിടെ കൃഷ്ണൻ പ്രകടിപ്പിക്കുകയാണ്. അതാണ് ഗരുഡധ്വജ എന്ന വാക്കില് കാളിയന്റെ ആഗ്രഹം കൂടി അവിടെ പ്രകടിപ്പിക്കാം. അപ്പൊ കൃഷ്ണൻ ഭക്തവത്സനാണ്. ആരപേക്ഷിച്ചാലും ശരി അവർക്കൊരു അവസരം കൊടുക്കും. സേവ വേണം എന്നുള്ളത്. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ നമുക്ക് സേവിക്കും കൃഷ്ണനെ നമ്മുടെ തോതനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച്. ഇപ്പൊ കളിയന് കഴിവുണ്ട്. കളിയും പറയും, എനിക്കൊരു കഴിവുണ്ട്, എനിക്ക് നൊടിയുടെ നേരത്തിൽ എനിക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ടാലന്റ്, സിദ്ധി ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്, ഭഗവാന് വേണ്ടി സേവ എടുക്കുക. ഇതായിരിക്കണം ഭക്തന്മാർക്ക് എന്തെങ്കിലും സിദ്ധി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക കഴിവുണ്ടെങ്കിൽ ആ കഴിവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ സ്വന്തം ധനാർജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട പകരം അത് കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അതിന് പ്യൂരിഫിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ അത് കർമ്മബന്ധം ഉണ്ടാക്കും. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ സ്ഥിതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മബന്ധനം ഉണ്ടാക്കും. അതുകൊണ്ട് അത് നമുക്ക് കൃഷ്ണന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് ഇന്നും മനസ്സിലാക്കാൻ പറ്റും, കാളിയൻ എങ്ങനെയാണോ പൂർണ്ണ ഭക്തനായത്, എങ്ങനെയാണോ കൃഷ്ണന് വേണ്ടി എല്ലാം സമർപ്പിച്ചത്, അതുപോലെ അതൊന്ന് കൊണ്ട് നമ്മളും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. പതിതാനാം പാവനിധി വൈഷ്ണവ പതിതാനാം പാവനി. ഹരേ കൃഷ്ണ. ഹരി ഹരി ബോൾ.